കാരുണ്യത്തിലേക്ക് സ്വാഗതം. ജീവിതമെന്നാൽ ദുരന്തങ്ങളുടെയും ദുഃഖ അനുഭവങ്ങളുടെയും ഒരു ഘോഷയാത്ര തന്നെയാണോ? പല പരീക്ഷണങ്ങളും നമുക്ക് അതിജീവിക്കാനാകും. എന്നാൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ എന്ന നിലയിലുള്ള ഘോര അനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നാൽ ആരായാലും തളർന്നു പോകില്ലേ? അത്തരം തിക്ത അനുഭവങ്ങൾ അനവധി ജീവിതത്തിൽ സംഭവിച്ചിട്ടും അതൊരു സിംഹസാധനയായേ കരുതാനാകൂ. അതിനുള്ള നേർക്കാഴ്ചയാണ് തിരുവനന്തപുരത്തിന് സമീപം ബാലരാമപുരത്ത് കാറാത്തലയിൽ അനേക രോഗങ്ങൾ അനുദിനം ക്രൂശിച്ചു കൊണ്ടിരിക്കുന്ന അതിദയനീയാവസ്ഥയിലും ഇനിയും ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന 27-കാരനായ ഈ യുവാവായ ബിബിൻ. ബിബിന് 2 അനുജന്മാരുണ്ട്. ബിബിന്റെ അച്ഛൻ ബിബിൻ ബാലനായിരിക്കുമ്പോഴേ അമ്മയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ബിബിന്റെ ജീവിത ദുരന്തങ്ങളും ഒടുങ്ങാത്ത ഘോര പരീക്ഷണങ്ങളും അതോടെ ആരംഭിച്ചു. ഭർത്താവിന്റെ അഭാവം ഏൽപ്പിച്ച ആഘാതത്തിലും കുട്ടികളുടെ ഭാവിയെപ്പറ്റിയോർത്തുള്ള ആദിയും ചേർന്ന് മഹാവ്യാധിയായി മാറിയ ബിബിന്റെ വത്സല മാതാവ് ബിബിന് കേവലം 12 വയസ്സുള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വിട്ട് മരണമടഞ്ഞു. ബിബിനെയും 2 അനുജന്മാരെയും വളർത്തിയത് അമ്മൂമ്മയാണ്. കുടുംബത്തിന്റെ നിലനിൽപ്പും ഭാവിയും ഇരുളടഞ്ഞ അവസ്ഥയിൽ കുടുംബത്തിന്റെ നെടും തൂണായ മൂത്ത പുത്രൻ എന്ന നിലയിൽ വിദ്യാഭ്യാസം പോലും കൈവിട്ട് ബിബിൻ ഒരു കൂലിപ്പണിക്കാരനായി മാറി. ഞങ്ങൾ 3 മക്കളാണ്. അച്ഛൻ ചെറുതിലെ വേറെ കല്യാണം കഴിച്ച് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയായിരുന്നു. അമ്മ എനിക്കൊരു 10-12 വയസ്സായപ്പോൾ അമ്മ മരിച്ചുപോയി. പിന്നെ ഞങ്ങളെ എടുത്ത് വളർത്തിയത് അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. ഒരു 10-20 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ഒരു കുട്ടിയെ കണ്ടുമുട്ടി. ഞാൻ അവളെ കല്യാണം കഴിച്ച് അവൾക്ക് 16 വയസ്സായിരുന്നപ്പോഴത്തേക്ക് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നു. അമ്മയുടെ കൊച്ചിലെയുള്ള അഭാവം ഏൽപ്പിച്ച ആഘാതത്തിൽ ഒരിറ്റു സ്നേഹത്തിനായി ദാഹിച്ചുകൊണ്ടിരുന്ന ബിബിന് മരുഭൂമിയിലെ വേഴാമ്പലിന് ദാഹജലം പോലെ ഷീല എന്ന പെൺകുട്ടി അനുരാഗത്തിന്റെ അമൃതകണങ്ങൾ ചൊരിഞ്ഞു. അങ്ങനെ ചെറുപ്രായത്തിലെ ഇവർ വിവാഹിതരായി. കരിഞ്ഞുപോയ ജീവിതം വീണ്ടും തളിർക്കുകയും പുഷ്പിക്കുകയും ചെയ്യുമെന്ന് മോഹിച്ച ബിബിനെ തീരാ ശാപം പോലെ ദുര്യോഗങ്ങൾ അപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വീട്ടിലായിരുന്നു. കല്യാണമൊക്കെ കഴിച്ച് അതിനുശേഷം ഞാൻ കൂലി ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് തെങ്ങിലൊന്ന് വീഴുന്നു. കിടപ്പിലാണ്. 7 വർഷം കൊണ്ട് ഒരേ കിടയാണ്. അതുകൊണ്ട് ഇന്ന് വരെ നാട്ടുകാരിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയാണ് എൻ്റെ ചികിത്സയൊക്കെ നടത്തി വന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ പോയപ്പോഴത്തേക്ക് പറഞ്ഞ് കിഡ്നിയിൽ ചെറിയ കുഴപ്പമുണ്ട്, കല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് കിഡ്നിയിൽ പഴുപ്പൊക്കെ കയറി കിടക്കണം. ഒരു ഇതുകൊണ്ടും സ്കാനിങ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണം. ഒരു നിവൃത്തിയുമില്ല.
ഭർത്താവാണ്. അവർ സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞിട്ട് 16-ാം വയസ്സിൽ പോയതാണ്. ഇപ്പോൾ 2 മാസം ഒരുമിച്ച് ജീവിച്ച് ഇപ്പം തെങ്ങിന് വീണ് നട്ടെല്ലൊക്കെ ഒടിഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നെയ്യാറ്റങ്ങരയിലൊക്കെ എല്ലാ ചികിത്സയും ചെയ്തിട്ട് കുറവില്ല. സഹായിക്കാൻ ആരുമില്ല. അവർ 2 പേരേ ഉള്ളൂ. ഞങ്ങൾ ചൊല്ലി കൊടുക്കല്ലേ. എനിക്ക് 4 പെൺമക്കളാണ്. സഹായിക്കാനും എനിക്കും ആരുമില്ല, ഭർത്താവില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ 3 മക്കളുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളെ പാടുപെട്ട് വന്നാണ് ഞാനും കഴിച്ചുകൊണ്ട് കിടക്കും. ഞാനും സുഖമല്ല കിടന്നെയാണ്. നമ്മളെ കൊണ്ട് സഹായിക്കാനും ഇല്ല അവർക്ക്. ഇപ്പോഴാരും കൊടുക്കാനും വാങ്ങിക്കാനും ഇല്ല. 2 കൂടപ്പിറപ്പ് അവരുണ്ടെങ്കിലും ഒരു കൊച്ചെ പാടുപെടുന്നതിൽ പങ്ക് അവന് കൊടുക്കുള്ളൂ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്കൂട്ടറിലാണ് കൊണ്ടുപോയി. ആറ്റയ്ക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പെടാണ് അവൻ കിടന്നത്. എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിഞ്ഞത്. എൻ്റെ ഭർത്താവ് തെങ്ങിൽ നിന്നും വീണ് കിടക്കയിലാണ്. അവരെ സഹായിക്കാൻ ആരുമില്ല. 2 അനുജന്മാരാണ്, ജോലിക്ക് പോയാണ്. നമ്മുടെ കുടുംബം ഒരുവിധം കഴിഞ്ഞുകൊണ്ട് പോയത്. കൂലിപ്പണിക്കിടെ തെങ്ങിൻ മുകളിൽ നിന്ന് വീണ് ബിബിന്റെ നട്ടലിന് സാരമായ ക്ഷതം സംഭവിച്ചു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും 31 ദിവസം അവിടെ കിടന്നു ചികിത്സിച്ചിട്ടും യാതൊരു മാറ്റവുമില്ലാതെ ചപ്പാത്ത് മരപ്പാലത്തുള്ള ഒരു വൈദ്യശാലയിൽ 6 മാസം ചികിത്സിച്ചു. ഭേദം കാണാതെ തുടർന്ന് പല ആശുപത്രികളിലും അനേകം ചികിത്സകൾ നടത്തി ബിബിൻ ശാരീരികമായും സാമ്പത്തികമായും വലഞ്ഞു. അനേക ദിവസങ്ങൾ കിടന്ന കിടപ്പിലായതിനാൽ ബെഡ് സോർ എന്ന അസുഖവും പിടികൂടി. എന്നാൽ അതുകൊണ്ടും ബിബിന്റെ ഒരിക്കലും അവസാനിക്കാത്തതെന്ന് തോന്നിക്കുന്ന യാതനകൾക്ക് അന്ത്യമായില്ല. ഇടിത്തീ പോലെ വന്നു വീണു. ബിബിന്റെ കിഡ്നിയിൽ കല്ലും പഴുപ്പുമുണ്ടെന്ന് തീവ്ര പരിശോധനയിൽ കണ്ടെത്തി. ഇതിനായി മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധന നടത്തിയപ്പോൾ കിഡ്നി രണ്ടും ഗുരുതരമാം വിധം അപകടാവസ്ഥയിലാണെന്നറിഞ്ഞു. ഇപ്പോൾ അതിനുള്ള ചികിത്സയും ചേർത്ത് ചെയ്യേണ്ട ദുരവസ്ഥയിലായിരിക്കുകയാണ് ബിബിനും കുടുംബവും. ബിബിന്റെ ഈ അനാരോഗ്യാവസ്ഥയിൽ ജ്യേഷ്ഠനെ കൊണ്ടൊന്നും കുടുംബത്തിനായി ചെയ്യാനാവില്ല എന്ന വസ്തുതയറിഞ്ഞ ബിബിന്റെ അനുജൻ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന നിശ്ചിത വരുമാനം കൊണ്ടാണ് ബിബിന്റെയും ഭാരിച്ച ചികിത്സാ ചെലവുകളും ഈ കുടുംബത്തിന്റെ ഉപജീവനവും ഇപ്പോൾ ഉണ്ട് ഇല്ല എന്ന നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 1 മാസം വരെ മെഡിക്കൽ കോളേജിൽ കിടന്നു. അതിനുശേഷം മരപ്പാലത്ത് ഒരു 6 മാസം കിടന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും ചികിത്സയ്ക്കൊക്കെ ഒരുപാട് പേര് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. പിന്നീട് നേരെ നെയ്യാറ്റിൻകരയൊക്കെ കിടന്നു. തുടർന്ന് ചികിത്സിക്കാൻ സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴങ്ങനെ ചികിത്സയ്ക്കൊന്നും പോകാതെ വീട്ടിൽ കിടന്നപ്പോഴത്തേക്കാണ് ഇപ്പോഴും വയറൊക്കെ ഭയങ്കര വേദനയൊക്കെ എടുത്ത് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കാണ് ഇത് എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞ് കിഡ്നിയിൽ കല്ലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ഡോക്ടർ സ്കാനിങ്ങിനൊക്കെ എഴുതി തന്നു. അതുകൊണ്ട് ഇപ്പോഴും എടുക്കാൻ ഒരു നിവൃത്തിയില്ല. പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞ് എല്ലാം എഴുതി തന്നിരിക്കുകയാണ്. എന്തൊരു ചെയ്യണമെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൊണ്ട്.
ഒന്ന് അനങ്ങാൻ പോലുമാവാത്ത ഈ അതീവ സങ്കടാവസ്ഥയിൽ പ്രണയിച്ച് കരം പിടിച്ച പ്രാണേശ്വരിയായ ഷീല ഭർത്താവിനെ ജീവന് തുല്യം ആത്മാർത്ഥമായി പരിചരിക്കുന്നു. മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം എന്നതിന് ഇതിനേക്കാൾ വലിയ ദൃഷ്ടാന്തം വേറെ എന്താണുള്ളത്? EMS ഭവന പദ്ധതി പ്രകാരം 3 സെന്റ് സ്ഥലത്ത് വെച്ചുകൊടുത്ത ഈ കൊച്ചു വീട് മാത്രമാണ് ഈ കുടുംബത്തിന്റെ ആകെയുള്ള സ്വത്ത്. വിപിന്റെ അസുഖങ്ങളും പ്രത്യേകിച്ച് വിപിനെ വല്ലാതെ തളർത്തിക്കൊണ്ടിരിക്കുന്ന കിഡ്നിയുടെ അസുഖവും മാറ്റാനാകും. കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോണിന്റെ വിദഗ്ധ ചികിത്സയിൽ തീർച്ചയായും വിപിന് പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനാകുമെന്നും കുടുംബത്തോടൊത്ത് സസുഖം കഴിയാനാകുമെന്നും ഉത്തരവാദിത്വത്തോടെ വാക്കു പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിന് ഒരു ഇഞ്ചക്ഷന് 25,000 രൂപ എന്ന നിലയിൽ 12 ഇഞ്ചക്ഷനോളം എടുക്കേണ്ടി വരും. ഭാരിച്ച ഈ തുക വിപിന്റെ ഭാവി ജീവിതം ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. മുറിവ് ഇപ്പം ഏതാണ്ട് കരിഞ്ഞു പറഞ്ഞു. മുറിവൊന്നും ഇപ്പം കരിയില്ല എന്നാണ് പറയുന്നത്. ഈ കല്ലിന്റെ ഇതുള്ളതുകൊണ്ട് ഒരേ കിടപ്പ് ഒഴിവാക്കണം. ഒന്ന് തിരിഞ്ഞും ഒരു 10 മിനിറ്റ് 3 കിടക്കുമ്പോൾ 10 മിനിറ്റ് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ബാക്കിലൊക്കെ ഭയങ്കര മുറിവാണ്. കാലിന്റെ കീപ്പോട്ട് മൊത്തം സ്തംഭിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനിപ്പോൾ ഈ കാണാനോ എടുക്കാനോ അതിനുള്ള നിവൃത്തിയൊന്നുമില്ല. കിഡ്നിക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞ് മൂത്രത്തിൽ കല്ലും പഴുപ്പാണ്. കിഡ്നിയിൽ പഴുപ്പും മൂത്രം പോകാനില്ല ശരിയായിട്ട്. മൂത്രം ട്യൂബിട്ടാണ് അവൾ എപ്പോഴും എടുക്കുന്നത്. അങ്ങനെയാണ് പ്രോബ്ലം കൂടുതൽ. നമ്മളെ കൊണ്ട് സഹായിക്കാനും ഇല്ല. ഞങ്ങൾക്ക് ആൺകുട്ടികളാരുമില്ല വേല തീരാൻ. ഞങ്ങൾ പെൺപിള്ളേർ പാടുപെട്ടാണ് ഞാനും കഴിഞ്ഞുകൊണ്ട് കിടക്കണം. നമ്മളെ ചൊല്ലി കൊടുക്കാനും ഇല്ല. വ്യാപിക്കണേൽ ഒരു നേരമായിട്ട് സകലം കൊടുത്തെന്ന് അവരെ ബുദ്ധിമുട്ട് കഴിയില്ല. അങ്ങനെ ഇനിയിപ്പോൾ സഹായിക്കാനും എടുക്കാനും ആരുമില്ല. അവൻ്റെ അനിയ കൊച്ചാണെങ്കിൽ പാടുപെടണം. അവൻ്റെ കുടുംബം നോക്കിയിട്ട് സകലം വെല്ലം കൊണ്ട് അവനെ സഹായിക്കേ ഉള്ളൂ. എൻ്റെ കിഡ്നിയുടെ ഇതൊക്കെ ശരിയാക്കി തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കുറേ കൂടെയൊക്കെ നടത്തേണ്ട ഇതൊക്കെ ശരിയാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അതിനെനിക്ക് ചികിത്സിക്കാൻ വേണ്ടി ഒരു പൈസകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. ഈ കണ്ട പ്രോഗ്രാം കാണുന്നവരെല്ലാവരും നല്ലകാര്യ നാട്ടുകാരെ എന്നെ സഹായിക്കണമെന്ന് താഴ്മയാണ്. മെഡിക്കൽ കോളേജിലും നെയ്യാറ്റിൻകരയിലും മരപ്പാലം ചപ്പാത്തിലൊക്കെ പോയി ഡോക്ടർമാരെയൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞ് വലിയ കേടാണെന്നൊക്കെ പറഞ്ഞ് കിഡ്നിക്കൊക്കെ കേടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന്, എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്ന്. ആശുപത്രിയിൽ പോവാൻ പറഞ്ഞേക്കാണ്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് കല്ലിൻ്റെ അസുഖമായതുകൊണ്ട്. ഇപ്പം കിഡ്നിയിൽ മൂത്രത്തിൽ പഴുപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കിഡ്നിയിൽ പഴുപ്പ്, കല്ല്, അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു. നാട്ടുകാരിലൊക്കെ കൂടി സഹായിച്ചാലേ അവനെ രക്ഷപ്പെടുത്താൻ ഒക്കുള്ളൂ. ഈ പ്രോഗ്രാം കാണുന്ന നാട്ടുകാരൊക്കെ കൂടി സഹായിച്ചാലേ എൻ്റെ മോൻ്റെ ചികിത്സ സഹായിക്കാൻ ഒക്കുള്ളൂ. ജീവിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു പാവം യുവാവിന് സംഭവിച്ച ഈ കൊടിയ ദുരന്തം മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കും വിധത്തിലുള്ളതാണ്. നമ്മുടെ കുടുംബാംഗങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെയൊരു നില വന്നാൽ സ്വന്തം ജീവൻ നൽകിയും അവരെ രക്ഷിക്കാൻ നാം ശ്രമിക്കുമെന്നത് ഉറപ്പാണ്. ആ മഹാസംസ്കൃതയുടെ ഒരു പങ്കെങ്കിലും നമ്മുടെ പ്രിയങ്കരനായ ബിബിനോട് കാണിക്കണമേ എന്ന അഭ്യർത്ഥനയെ നമുക്കുള്ളൂ.
ഈ കുടുംബത്തെ സഹായിക്കാനുള്ള വിലാസം: ബിബിൻ VS നിവാസ്, കാറാത്തല കുന്നത്തിൽ പുത്തൻ വീട്, ബാലരാമപുരം. അക്കൗണ്ട് നമ്പർ SBI ബാലരാമപുരം ബ്രാഞ്ച് 200559462226. അക്കൗണ്ട് നമ്പർ SBI ബാലരാമപുരം ബ്രാഞ്ച് 200559462226. ഫോൺ 9959572901. ഫോൺ 9959572901. ഇതുപോലെ ഒരു കുടുംബത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം മൈ.